പഠിക്കാതെ പോകാൻ ധൈര്യമുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ എല്ലാ മക്കൾക്കും സൈലത്തിന്റെ ഈ ഒരു വീഡിയോ സെഷനിലേക്ക് സ്വാഗതം. അപ്പൊ സാധാരണയായിട്ടോ രണ്ടാമത്തെ ചാപ്റ്ററിനെ പറ്റി നമ്മൾ പറയാറുള്ളത്, ചോദ്യം കണ്ടാൽ തിരിച്ചറിയുന്നില്ല, ഇനി തിരിച്ചറിഞ്ഞാലോ അത് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പൊ ഈ ഒരു പ്രശ്നത്തിന് നമ്മൾ പ്രതിവിധി കാണാൻ പോവുകയാണ്. അപ്പൊ ഇത് പഠിക്കാതെ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഒരു കാരണവശാലും ധൈര്യത്തോടെ എക്സാമിനേഷൻ ഹാളിലേക്ക് അല്ലെങ്കിൽ നമ്മളെ ക്ലാസ് റൂമിലേക്ക് എന്ത് ചെയ്യരുത്, പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഏതാണ് കാര്യങ്ങൾ, എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ ഗ്യാസിയസ് ലോ ആൻഡ് മോൾ കൺസെപ്റ്റ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനം എന്ന് പറഞ്ഞിരിക്കുന്ന ചാപ്റ്ററിലെ പ്രധാനപ്പെട്ട പ്രോബ്ലം സെഷനുകളാണ് എന്ത് ചെയ്യണത്, നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിന്റെ ആദ്യത്തെ പാർട്ട് 1 ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ വളച്ചുകെട്ടുകൾ ഒന്നുമില്ല, നേരെ എന്ത് ചെയ്യാം, നമുക്ക് പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പൊ പ്രോബ്ലം ഇതാണ് മക്കളെ. ആദ്യം നമുക്ക് ആ ചോദ്യം ഒന്ന് കൃത്യമായിട്ട് വായിച്ചു നോക്കാം അല്ലെ. 32 gram ഓഫ് അല്ലെ, 32 gram ഓഫ് ഹൈഡ്രജൻ അല്ലെ, 32 gram ഓഫ് ഹൈഡ്രജൻ. അതിൽ നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ്, അതേപോലെ തന്നെ നമ്പർ ഓഫ് മോൾ, അതേപോലെ തന്നെ നമ്പർ ഓഫ് ആറ്റം. സാധാരണഗതിയിൽ നമ്മളോട് ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പിലാണ് നമ്മളോട് ചോദ്യം ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്, പരസ്പരം തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഇത് ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തെ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോബ്ലം ഭാഗം തന്നെയാണ്. അപ്പൊ ഇതിന്റെ മലയാളം നമുക്കൊന്ന് കണ്ടാലോ. 32 ഗ്രാം ഹൈഡ്രജൻ അല്ലെ, ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണം, അതേപോലെ തന്നെ മോളുകളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം. ഓക്കെ മക്കളെ, അപ്പൊ പാർട്ട് 1 നമ്മൾ ആറ്റങ്ങളെ കുറിച്ച് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സംസാരിക്കുന്നത്. അപ്പൊ പാർട്ട് 2 വരുന്ന സമയത്താണ് നമ്മൾ മോളിക്യൂൾസും അതേപോലെ തന്നെ തന്മാത്രകളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ആറ്റങ്ങളെ കുറിച്ച് നമ്മൾ ഉറപ്പിച്ച് നമ്മൾ പഠിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഇത്, ഒരു ചോദ്യം കണ്ടു കഴിഞ്ഞാൽ അത് ആറ്റത്തിനെ കുറിച്ചാണോ മോളിക്യൂൾസിനെ കുറിച്ചാണോ അല്ലെ, ആറ്റത്തിനെ കുറിച്ചാണോ തന്മാത്രയെ കുറിച്ചാണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് തിരിച്ചറിയണം. എങ്ങനെയാണ് തിരിച്ചറിയാം, നോക്കോളൂ, ഇത് കണ്ടിട്ടല്ല തിരിച്ചറിയേണ്ടത് മക്കളെ. ഇവിടെ നിങ്ങൾ നോക്കൂ, ഒരു ഹൈഡ്രജൻ അല്ലേ ഇവിടെ ഉള്ളത് അല്ലെ, ഒരു ഹൈഡ്രജൻ അല്ലേ ഇവിടെ ഉള്ളത്. ഒരു ഹൈഡ്രജൻ ആണെങ്കിൽ നമുക്കറിയാം അത് ആറ്റം ആയിരിക്കും. നമുക്കറിയാം ആറ്റവും മോളിക്യൂൾസ് അല്ലെ, ആറ്റവും തന്മാത്രയും തമ്മിലുള്ള വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോ ഹൈഡ്രജൻ എന്ന് മാത്രം എടുക്കുകയാണെങ്കിലോ എന്താണ്, അതൊരു ആറ്റമാണ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്നാൽ H2 എന്നെടുക്കുമ്പോൾ അതെന്താണ് മക്കളെ, തന്മാത്ര അല്ലെങ്കിൽ മോളിക്യൂൾ ആണ്. അതെങ്ങനെയാ പറയായത് മക്കളെ, ഇവിടെ 2 ഹൈഡ്രജൻ ഇല്ലേ, 2 അതിലധികമോ വന്നു കഴിഞ്ഞാൽ, ആറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് മോളിക്യൂൾ അല്ലെങ്കിൽ തന്മാത്രയാണ്. മനസ്സിലായല്ലോ മക്കളെ. അപ്പോ 2 അതിലധികമോ വന്നു കഴിഞ്ഞാൽ എന്താണ്, അത് മോളിക്യൂൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇതിനെപ്പറ്റി ഒരു ബേസിക് ഐഡിയ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ആറ്റങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. റെഡിയാണല്ലോ മക്കളെ. അപ്പൊ നേരെ നമുക്ക് ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്ക് വരാം. നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എങ്ങനെയാണ് കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആണ് മക്കളെ. നിങ്ങൾ ഈ രഹസ്യങ്ങളൊന്നും ആരോട് പറയരുത് കേട്ടോ. അതായത് ഇവിടെയുള്ള 32നെ ഹൈഡ്രജന്റെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 32നെ ഹൈഡ്രജന്റെ അറ്റോമിക മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. 32 ഡിവൈഡഡ് ബൈ 1, സിമ്പിൾ അല്ലെ. 32നെ നമ്മൾ വിളിക്കുന്നത് മാസ് ഇൻ ഗ്രാം എന്നാണ്. മാസ് ഇൻ ഗ്രാം എന്ന് പറഞ്ഞാൽ ഗ്രാമിലുള്ള മാസ് അല്ലെ, അതാണ് മലയാളം. ആ ഗ്രാമിലുള്ള മാസിനെ, അതായത് 32നെ, ഇവിടെ 32 പകരം 32,000 ആവാം, 3.2 ആവാം, 3200 ആവാം, അങ്ങനെയൊക്കെ ആവാം. അത് ചോദ്യകർത്താവിന്റെ ഇഷ്ടത്തിനനുസരിച്ച് മാറും. ഓക്കെ, ഇപ്പൊ 32നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുക 32 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് ലഭിച്ചിരിക്കുന്നു. എത്രയാണ് മക്കളെ, 32 ഡിവൈഡഡ് ബൈ 1, ദാറ്റ് ഈസ് 32. യൂണിറ്റുകളൊന്നും ഇല്ല, കാരണം GAMന്റെ എണ്ണമാണ്. എണ്ണം നമ്മൾ സാധാരണ നമ്മൾ പറയാറില്ലല്ലോ. യൂണിറ്റ് ഏതെങ്കിലും പറയോ? ഇല്ല. നമ്മുടെ ക്ലാസ്സിൽ എത്ര ആൾക്കാരുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 45 കിലോ എന്നാണോ നമ്മൾ പറയാ? അതിന് പ്രത്യേക യൂണിറ്റ് ഒന്നുമില്ല. ഓക്കെ, റെഡി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നമ്പർ ഓഫ് മോൾ അല്ലെ, നമ്പർ ഓഫ് മോൾ, മോളുകളുടെ എണ്ണം എത്ര എന്നാണ് ചോദ്യം. മക്കളെ പഠിച്ചു വെച്ചോളണം. ഗ്രാം അറ്റോമിക മാസുകളുടെ എണ്ണവും മോള് കാണാനുള്ള സൂത്രവാക്യവും രണ്ടും ഒരേ സൂത്രവാക്യങ്ങളാണ്, രണ്ടും ഒരേ ഫോർമുലയാണ്. ചുരുക്കി പറഞ്ഞ ഇവിടെ എത്ര ഉത്തരമാണോ അത് തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടാവുക. ഓക്കെ, മുകളിൽ 32 ആണെങ്കിൽ അടിയിലും എത്രയായിരിക്കും മക്കളെ? 32 ആയിരിക്കും. അഥവാ
നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എത്രയാണോ അത്രയും നമ്പർ ഓഫ് മോള് ഉണ്ടാകും. ഓക്കെ, മലയാളത്തിലാണെങ്കിൽ GAMന്റെ എണ്ണം എത്രയാണോ അത്രയും എണ്ണം മോളും ഉണ്ടാവും. അപ്പൊ ചുരുക്കി പറഞ്ഞ എന്താണ്, GAMന്റെ എണ്ണ കിട്ടിക്കഴിഞ്ഞാൽ കണ്ണും പൂട്ടി നമുക്ക് ആരെ എണ്ണ എഴുതാം, മോളിന്റെ എണ്ണ നമുക്ക് എഴുതാം അല്ലെ. ഇപ്പൊ GAM 4 ആണെങ്കിൽ മോളിന്റെ എണ്ണം 4. സിമ്പിൾ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഉത്തരമാണ് അല്ലെ. അപ്പൊ ഇതിൻ്റെതും 32. റെഡി. ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ടോ, നമ്പർ ഓഫ് ആറ്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. മക്കളെ ശ്രദ്ധിച്ചു പഠിക്കണം. ഒന്നുകിൽ നമ്മളെ കയ്യിൽ GAM വേണം, അല്ലെങ്കിൽ നമ്മളെ കയ്യിൽ മോള് വേണം അല്ലെ. ഏതെങ്കിലും ഒന്നിനെ നമുക്ക് തന്നിരിക്കുന്നതിനനുസരിച്ച് ഒന്നുകിൽ GAMനെ അല്ലെങ്കിൽ മോളിനെ. ഇവിടെ രണ്ടും നമുക്കറിയാം, GAM കൊണ്ട് മോളും നമുക്കറിയാം, രണ്ടും ഒരേ സംഖ്യയാണ് 32 അല്ലെ. ആ 32നെ നമ്മൾ ഇങ്ങോട്ട് എടുക്കുന്നു. 32 ഇൻറ്റു ഓക്കെ ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. അയ്യോ അല്ലെ, 6.02 10 കഴിഞ്ഞ് 23 പൂജ്യം. സാറേ ഇതെങ്ങനെ ഗുണിക്കുക? എടാ മക്കളെ നിങ്ങൾ ഇത് ഗുണിക്കണ്ട കേട്ടോ, ഇതെങ്ങനെ അങ്ങോട്ട് എഴുതി വെച്ചാൽ ഉത്തരായി. മനസ്സിലായോ? അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ഇതിന്റെ ഉത്തരം കാണാം. നമുക്ക് മലയാളത്തിന്റെ ഉന്നയിക്കാം അല്ലെ. 32 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. കണ്ടോ, ഇത്രയും സിമ്പിൾ ആണ്. പക്ഷെ കണ്ടാ പേടിയാവും അല്ലെ. എന്തൊക്കെയാ ഇവിടെ പറഞ്ഞത്? ഗ്രാം അറ്റോമിക് മാസ് എത്രയാണോ അത് തന്നെ ആയിരിക്കും മോളും ഉണ്ടാവുക അല്ലെ. ഇവിടെ ഗ്രാം അറ്റോമിക് മാസ് 32 ആണെങ്കിൽ മോളും 32 ആയിരിക്കും. കാരണം ഇത് രണ്ടും കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം, ഫോർമുല സെയിം ആണ്. ആരോട് പറയരുത് കേട്ടോ, രഹസ്യങ്ങളൊന്നും ആരോട് പറയരുത്. ഓക്കെ, ഇനി ആറ്റം കാണണമെങ്കിൽ ഒന്നുകിൽ GAM അല്ലെങ്കിൽ മോള്, ഇതിലേതെങ്കിലും ഒരു സംഖ്യനെ അല്ലെ, രണ്ടും സെയിം ആണ്. അപ്പൊ ആ 32 കൊണ്ട് എടുക്കുന്നു, അതിനെ 6.022 ഇൻറ്റു 10⁻23 ഗുണിക്കുന്നു. ഓക്കെ ആണോ മക്കളെ? ഓക്കെ ആണോ? അപ്പൊ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് ഓർഡറിലൊക്കെ മാറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരാം. പക്ഷെ ഇത് 2-3 പ്രാവശ്യം അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്താണ്, മാർക്കിന്റെ ഒരു വെടിക്കെട്ടാണ് ഇതിനെ. ഏതായാലും നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം അല്ലെ. 2-3 ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. അവിടെ നോക്കുക മക്കളെ, നല്ല അടിപൊളി ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. 240 ഗ്രാം കാർബൺ, നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ്, നമ്പർ ഓഫ് മോൾ ആൻഡ് നമ്പർ ഓഫ് ആറ്റം. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു, മക്കളോട് പറഞ്ഞു, ഇന്ന് നമ്മൾ ആറ്റങ്ങളെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. പാർട്ട് 2-ല് മോളിക്യൂൾസ് അല്ലെങ്കിൽ തന്മാത്രയെ കുറിച്ച് പഠിക്കും. അതോടുകൂടി പാഠത്തിന്റെ ഏറ്റവും ഇടിവെട്ട്, ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള 2 പ്രോബ്ലങ്ങളാണ് നമ്മൾ ചെയ്തത് കേട്ടോ. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് ചെയ്യാം അല്ലെ. ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം, മോളുകളുടെ എണ്ണം, ആറ്റങ്ങളുടെ എണ്ണം. വളരെ സിമ്പിൾ. നമ്മള് എന്താണ് ഇപ്പൊ കണ്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നേ ഉള്ളൂ. നോക്കിയോളൂ, നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് കാണണമെങ്കിൽ 240നെ കാർബൺ കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ. കാർബണിന്റെ അറ്റോമിക് മാസ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എത്ര മക്കളെ വരിക? സോ 240 ഡിവൈഡഡ് ബൈ 12. ഓക്കെ, എത്ര വരും മക്കളെ? എത്ര വരും? 20 ഉത്തരം വരിക കേട്ടോ. അപ്പോ നമ്പർ ഓഫ് ഗ്രാം അറ്റോമിക് മാസ് എത്രയാണ്? 20. അഥവാ ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം 20 റെഡി ആണല്ലോ മക്കളെ? റെഡി. അങ്ങനെയാണെങ്കിൽ മോൾ എത്രയായിരിക്കും? മോളുകളുടെ എണ്ണം പറഞ്ഞ മക്കളെ, മുകളിൽ എത്രയാണോ ഉള്ളത് അത് തന്നെ ആയിരിക്കും അടിയിലുണ്ടാകുക. അപ്പൊ ഇവിടെ 20, അതുകൊണ്ട് ഇതിന്റെ ഉത്തരവും 20 ആയിരിക്കും കേട്ടോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ആറ്റത്തിന്റെ എണ്ണം നമുക്ക് എങ്ങനെ കാണാം? ഒന്നുമില്ല, ഒന്നുകിൽ ഈ 20 എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു 20 എടുക്കാം. നേരെ താഴെ എഴുതാം, 20 ഇൻറ്റു 6.022 ഇൻറ്റു 10⁻23. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് ആറ്റങ്ങളുടെ മോള് കാണാം, ആറ്റങ്ങളുടെ ഗ്രാം അറ്റോമിക് മാസുകളുടെ എണ്ണം കാണാം, അതേപോലെ തന്നെ ആറ്റങ്ങളുടെ എണ്ണം കാണാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ട്, ഒരിക്കലും നമുക്ക് മാറിപ്പോകാൻ സാധ്യതയില്ലാത്ത രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അടുത്ത പാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, തന്മാത്രകളെ കുറിച്ച്, മോളിക്യൂൾസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അപ്പൊ ഇതിന്റെ വിശദമായ ക്ലാസ്സുകളൊക്കെ നമ്മളെ യൂട്യൂബ് ചാനലുകളിൽ എന്ത് ചെയ്യുന്നുണ്ട്, സൈലം SSLC ലൈവിലൂടെ നമ്മൾ അടിച്ചു പൊളിച്ച് ആടിയും പാടിയും ഒക്കെ പഠിക്കുന്നുണ്ട്. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, അപ്പൊ അടുത്ത പാർട്ടുമായിട്ട് വരുന്നത് വരയ്ക്കും ചിൽഡ്രൻസ്, ഗുഡ് ബൈ.